ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്കറിയാമോ വിഷ്ണു സഹസ്രനാമത്തിൽ ഒരു 6 ചോദ്യങ്ങൾ യുധിഷ്ഠിരൻ പിതാമഹനോട് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉത്തരമാണ് വിഷ്ണു സഹസ്രനാമം. അതായത് 1000 നാമങ്ങൾ, ഭഗവാന്റെ 1000 നാമങ്ങൾ ആണ് പിതാമഹൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആ 6 ചോദ്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോൾ യുധിഷ്ഠിരൻ ഭീഷ്മ പിതാമഹനോട് ചോദിക്കുന്ന 6 ചോദ്യങ്ങളുടെ ശ്ലോകം ഞാൻ പറയാം, അതിൻ്റെ മീനിങ്ങും പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ചോദ്യം, കിമേകം ദൈവതം ലോകെ, ഈ ലോകത്തിലെ ഏക ദൈവം ആരാണ്? കിം വ്യാപേകം പരായണം, മനുഷ്യന് എത്തിച്ചേരാവുന്ന ഏറ്റവും വലിയ ലക്ഷ്യം അഥവാ ആശ്രയം ഏതാണ്? സുവന്തകം കർമ്മചന്ദ പ്രാപ്നുയൂർമാനവ ശുഭം, ആരെ സ്തുതിച്ചാലും പൂജിച്ചാലുമാണ് മനുഷ്യർക്ക് മംഗളം ലഭിക്കുന്നത്. കോധർമ്മ സർവധർമാണ ഭവത പരമോ മത, എല്ലാ ധർമ്മങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മം ഏതാണ്? കിം ജവൻ മച്യുതേ ജന്തു ജന്മ സംസാര ബന്ധനാത്, എന്ത് ജപിച്ചാലാണ് മനുഷ്യർ ഈ സംസാര സാഗരത്തിൽ നിന്നും ജനന മരണ ചക്രങ്ങളിൽ നിന്നും മുക്തി നേടുന്നത്? ഓക്കെ. അപ്പോൾ ഇതാണ് 6 ചോദ്യങ്ങൾ. ഇതിൻ്റെ ഒരു ഉത്തരമായിട്ടാണ് പിതാമഹൻ യുധിഷ്ഠിരനോട് വിഷ്ണുവിൻ്റെ 1000 നാമങ്ങൾ ജപിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. സഹസ്രനാമം 1000 നാമങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇതിൻ്റെ വേറൊരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്, കൃഷ്ണൻ തന്നെയാണ് യുധിഷ്ഠിരനോട് പിതാമഹനെ പോയി കണ്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കാൻ പറയുന്നത്. അതിൻ്റെ ഉത്തരം കറക്റ്റായിട്ട് കിട്ടുന്നത് കൃഷ്ണൻ തന്നെയാണ് യുധിഷ്ഠിരനോട് ഉപദേശിച്ച് കൊടുക്കുന്നത്. വിഷ്ണു സഹസ്രനാമം ഞാനിപ്പോൾ ഒരു 25 വർഷമൊക്കെ ആയിട്ട് പറയുന്നതാണ്, കുഞ്ഞിലെ മുതലേ പറയുന്നതാണ്. അപ്പം അന്നൊന്നും അത്ര റെഗുലർ അല്ല, പക്ഷേ ഈയിടെയായിട്ട് എന്നും പറയാൻ ശ്രമിക്കാറുണ്ട്. ഒരുവിധം കാണാതെ അറിയാം. അപ്പോൾ എനിക്ക് ഇപ്പം നിങ്ങൾക്ക് ഭയങ്കര പൈസ വരും, പ്രോസ്പെരിറ്റി തരും, അങ്ങനെ പറയാനറിയില്ല. പക്ഷേ എനിക്ക് ഇമീഡിയറ്റ്ലി ഫീൽ ചെയ്യുന്ന ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു നല്ല കാര്യം എന്ന് പറയുന്നത്, നമ്മളെന്നും ടയേർഡായിട്ടൊക്കെ വന്ന് ഓഫീസിൽ നിന്നൊക്കെ വന്ന് ജോലിയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ വീട്ടിലെ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പൂജാ റൂമിൽ പോയിട്ട് വിഷ്ണു സഹസ്രനാമം പറഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മനസ്സിന് നല്ലൊരു ശാന്തത തോന്നും. പിന്നെ ഭയങ്കര ഒരു പീസ് ഓഫ് മൈൻഡും പിന്നെ പൊതുവേ ഒരു പോസിറ്റീവ് ഫീലിംഗ് തോന്നാറുണ്ട്. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കൂടെ ചെയ്യാൻ കുറച്ചും കൂടെ ഒരു എനർജി കിട്ടുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും വിഷ്ണു സഹസ്രനാമം പറഞ്ഞു നോക്കുക, വായിച്ച് നോക്കുക, നാമം ചൊല്ലി നോക്കുക. അതിൻ്റെ ഒരു വ്യത്യാസം, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മീനിങ്സ് ഓരോന്നും ഡീറ്റെയിൽഡായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. കാര്യം ഈ മീനിങ് ഒന്നും അറിയാതെയാണ് ഞാനിത് ഇത്രയും വർഷം ചൊല്ലിയത്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നി കുറച്ച് മീനിങ് കൂടെ പഠിച്ചാൽ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് പറയാൻ പറ്റുന്ന. ഞാൻ ഇതിന് മുന്നേ കുറേ ക്ലാസ്സുകളൊക്കെ ട്രൈ ചെയ്തു, പക്ഷേ അതിലൊന്നും എനിക്ക് അങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഫുള്ള് പഠിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ബുക്ക് വെച്ചാണ് പഠിക്കുന്നത്. ചിന്മയാനന്ദജി എഴുതിയ ഒരു വിഷ്ണു സഹസ്രനാമത്തിൻ്റെ മീനിങ് എഴുതിയൊരു ബുക്കുണ്ട്. അപ്പോൾ ആ ബുക്ക് വെച്ചാണ് ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നത്. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നാമങ്ങൾ എനിക്ക് മനസ്സിൽ തട്ടിയാൽ ഞാൻ ഈ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് പറഞ്ഞുതരാം. താങ്ക് യു.